ഹലോ ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ ബിഗ് ബോസിലെ സീസൺ 7 മത്സരാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്ന അനുമോളാണ് സീസൺ 7 കപ്പ് തൂക്കിയിരിക്കുന്നത്. അനുമോളെ സംബന്ധിച്ചും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിന്നർ തന്നെയായിരുന്നു അനുമോള്. പക്ഷെ ഒപ്പം കട്ടയ്ക്ക് നിന്നിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു അനീഷ്. നമ്മൾ അനീഷിന്റെ പേര് തന്നെയായിരുന്നു അവസാനം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വരെ ഏറ്റവും കൂടുതൽ വോട്ടിംഗിൽ മുന്നിൽ നിന്നത് അനീഷ് തന്നെയായിരുന്നു. പക്ഷെ ലാസ്റ്റ് കൊണ്ട് എവിടെയോ തകിടം മറിഞ്ഞു. മാത്രമല്ല അനുമോൾക്ക് ചെറിയ രീതിയിൽ സപ്പോർട്ടും കിട്ടിത്തുടങ്ങി. ഈ അതിൽ നൂറുടെ അവർ പെട്ടെന്ന് തിരിഞ്ഞു കൊത്തിയപ്പോൾ സമയത്തൊക്കെ അനുമോൾക്ക് നല്ല രീതിയിൽ ഒരു റീച്ച് കിട്ടി തുടങ്ങി. അപ്പോൾ ചെറുതായിട്ട് ചിലപ്പോൾ അനീഷ് ഡൗൺ ആയിട്ടിരിക്കണം, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എങ്കിലും അനുമോളയിലും അനീഷയിലും ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു മത്സരത്തിൽ തന്നെയായിരുന്നു. സീസൺ 7 വിന്നറായിട്ടുള്ള അനുമോൾക്ക് എല്ലാവിധ ആശംസകളും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അനുമോളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥിയായിട്ട് കയറി പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ വിന്നറായിട്ട് കപ്പ് അടിക്കുക എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും അവരുടെ ലൈഫിൽ മാറ്റുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയാലും ഇപ്പം നിലവിലുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ ചേഞ്ച് ആവുന്ന ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുമോൾക്ക് സംഭവിക്കട്ടെ. ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ അനീഷിന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനി ഉണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്റർവ്യൂസ് ആയാലും ഓരോ പ്രോഗ്രാംസ് ആയാലും ഉദ്ഘാടനങ്ങളായാലും അങ്ങനെ അദ്ദേഹത്തിന്റെ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ നമ്മുടെ ചാനലിൽ ഇന്നത്തോടുകൂടി ബിഗ് ബോസിന്റെ റിവ്യൂ അവസാനിച്ചിരിക്കുകയാണ്. ഈ ജഡ്ജ്മെന്റ്, അതായത് ബിഗ് ബോസിൽ ഈ ജഡ്ജ്മെന്റ് ശരിയാണോ എന്നുകൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്.